മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാത്തതിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. സംസ്ഥാന പ്രസിഡന്റ് വി വസീഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഏറ്റെടുത്ത ഭൂമിയിലെത്തി കുടിൽകെട്ടിയായിരുന്നു പ്രതിഷേധം. രാവിലെ 10:30-യോടെയാണ് ദുരന്തബാധിതർക്ക് വീട് നിർമ്മിച്ചു നൽകാനായി കോൺഗ്രസ് ഏറ്റെടുത്ത മേപ്പാടി കുന്നമ്പറ്റയിലെ സ്ഥലത്തിനു മുന്നിലെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ കുടിൽകെട്ടി സമരം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് വാഗ്ദാനം നൽകി ദുരന്തബാധിതരെ വഞ്ചിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് നിർമ്മാണം തുടങ്ങിയെന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞുവെന്നും ആരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവല്ലേ, അദ്ദേഹം കേരളത്തിൽ പറയുന്നതെല്ലാം നുണകളാണ് എന്ന് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നില്ലേ? ഈ വയനാട്ടിൽ ഈ ദുരന്തബാധിതരെ മുൻനിർത്തി പണം പിരിച്ചു മുക്കിയ, ഈ ദുരന്തത്തെ സുവർണാവസരമായി കണ്ട ഈ കോൺഗ്രസ് ഇന്ന് കേരളത്തിലുടനീളം പ്രചരണ പ്രവർത്തനങ്ങൾ, വാഗ്ദാനങ്ങൾ നൽകി പോവുകയാണ്. ആ കോൺഗ്രസിനെ തുറന്നു കാണിക്കാൻ ഇവിടെ കുടിൽ കെട്ടി സമരം നടത്താൻ പോവാണ് ഡിവൈഎഫ്. വീട് നിർമ്മാണത്തിന് അനുമതി തേടി പഞ്ചായത്തിൽ ഒരു അപേക്ഷ പോലും കോൺഗ്രസ് നൽകിയിട്ടില്ലെന്നും കോൺഗ്രസ് നിരന്തരം നുണകൾ പറഞ്ഞു ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും വയനാട് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ആരോപിച്ചു. മാർച്ച് 19-ന് ലഭിച്ച വിവരാവകാശ റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ടായിരുന്നു ആരോപണം. തറക്കല്ലിടൽ പരിപാടി കഴിഞ്ഞിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും ഒരു ചെറിയ പ്രവർത്തനം പോലും അവിടെ ആരംഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഓരോ ഘട്ടത്തിലും നുണകൾ പറഞ്ഞുകൊണ്ട് ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച പണം ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പ് മറച്ചുവെക്കാനാണ് കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 26-നാണ് കോൺഗ്രസ് ഏറ്റെടുത്ത കുന്നമ്പറ്റയിലെ 3.25 ഏക്കർ ഭൂമിയിൽ തറക്കല്ലിടൽ കർമ്മം നടന്നത്. രാഹുൽ ഗാന്ധിയായിരുന്നു തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത്. 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ തറക്കല്ലിടൽ ചടങ്ങ് കഴിഞ്ഞ് ഒരു മാസം പിന്നിട്ടിട്ടും യാതൊരു തരത്തിലുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും സ്ഥലത്ത് ആരംഭിച്ചിട്ടില്ല. ന്യൂസ് മലയാളം, വയനാട്.